Hey there guys, welcome back to Trading Logics. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം എന്ന് നോക്കാം. മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആവാനാണ് ചാൻസ് കൂടുതൽ. ബിക്കോസ് ഗിഫ്റ്റ് നിഫ്റ്റി മാർക്കറ്റിനെ പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പ് സൈഡിലോട്ട്. അതുപോലെ തന്നെ ഡൗവും രാത്രി ആയപ്പോഴേക്കും നല്ല രീതിക്ക് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസിഡറിങ് ദീസ് ഫാക്ടേഴ്സ് നമുക്കൊരു അപ്പ് സൈഡ് മൂവ്മെൻറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ചെറിയൊരു ഫോൾ സിഗ്നൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രൂഡ് ഓയിൽ ഫാളായാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന് അപ്സൈഡ് മൂവ്മെൻറ്റം ആണ് കിട്ടുക. അതുപോലെ തന്നെ US ബോണ്ടും ഒരു റെസിസ്റ്റൻസ് പോയിൻ്റാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യൻ മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെൻറ്റം പോകാനാണ് ചാൻസ് കൂടുതൽ. അടുത്തുനിന്ന് മേജറായിട്ടുള്ള കുറേ സ്റ്റോക്കുകൾക്ക് ഇന്ന് റിസൾട്ടാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽസാണ് ഡ്രോ ചെയ്തിരിക്കുന്നത് 15 മിനിറ്റ് ചാർട്ടിൽ. സോ വരുന്ന ട്രേഡിംഗ് സെക്ഷൻസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ചുകളാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ട്രേഡിംഗ് റേഞ്ചിൽ നിന്ന് അപ്പ് സൈഡോ ഡൗൺ സൈഡോ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു 2 പോയിൻറ്റിനകത്ത് ഇന്നലത്തെ റേഞ്ച് നല്ലോണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2 റേഞ്ചിൻ്റെയും, അതായത് 48,885 മുകളിലും 47,900 താഴെയും നല്ല രീതിക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണായിട്ട് അവിടെ ഉള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്ത് വീണ്ടും ലെവൽസ് ബ്രീച്ച് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂജ് ഫാഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ ഗൈസ്. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്.